RSS ആക്രമണങ്ങളെ ജനാധിപത്യപരമായി നേരിടുമെന്ന് സീതാറാം യെച്ചൂരി. കോൺഗ്രസുമായി യാതൊരുവിധ തെരഞ്ഞെടുപ്പ് സഖ്യത്തിനോ കൂട്ടുകെട്ടിനോ ധാരണയില്ല. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും യെച്ചൂരി വ്യക്തമാക്കി. In the Congress, we have said that there can be no electoral understanding or alliance with the Congress. That is a decision that our party Congress has taken, and that is the decision that will be the party's decision. Till we meet in the next Congress, and then the next Congress will decide. So on that there is no change. തൃശൂർ കോസ്ഫോർഡിന്റെ ആഭിമുഖ്യത്തിൽ EMS സ്മൃതി ദേശീയ സംവാദത്തിന് തുടക്കമായി. ഒക്ടോബർ വിപ്ലവത്തിന്റെ സമകാലിക വായന എന്ന വിഷയത്തിലുള്ള സംവാദം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയുമായി നടക്കുന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കും. EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച തൃശൂരിൽ നടക്കുന്ന 19ാമത് EMS സ്മൃതി സെമിനാറുകളുടെ ഉദ്ഘാടനം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിർവഹിച്ചു. ഒക്ടോബർ വിപ്ലവത്തിന്റെ സമകാലിക വായന എന്ന വിഷയത്തിലുള്ള ദേശീയ സംവാദത്തിൽ സീതാറാം യെച്ചൂരി മുഖ്യപ്രഭാഷണം നടത്തി. That is the Worker Peasant Alliance transforming itself into socialism. How does the peasantry move from the petty bourgeois class character into the actual working class character? During the Soviet Union, big debates took place on how the surplus should be extracted from agriculture to build industry. That's what happens in every society. ബേബി ജോണിന്റെ അനുബന്ധ പ്രഭാഷണത്തിന് ശേഷം വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടന്നു. കേരളം പിന്നിട്ട 60 ആണ്ടുകൾ മുന്നോട്ടുള്ള പാത എന്ന വിഷയം ഡോക്ടർ തോമസ് ഐസക്ക, MP സുകുമാരൻ നായർ, ഡോക്ടർ സുനിൽ P ഇളയിടം എന്നിവർ അവതരിപ്പിച്ചു. സാമ്രാജ്യത്വത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ പ്രഭാത് പട്നായിക്, ഡോക്ടർ KN ഗണേശ് എന്നിവർ പ്രഭാഷണം നടത്തും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേരള ബദലിന്റെ ശക്തിയും യുക്തിയും എന്ന വിഷയം കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിഴിഞ്ഞം കരാറിലെ CAG റിപ്പോർട്ടിനെ ചൊല്ലി KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ സുധീരനും മുരളീധരനും തമ്മിൽ രൂക്ഷമായ വാക്പോര്. കരാറിനെക്കുറിച്ച് ഉമ്മൻചാണ്ടി പരിപാടിയിൽ ചർച്ച ചെയ്തില്ല എന്ന് VM സുധീരൻ. എങ്കിൽ രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കാത്തത് എന്ത് എന്ന് K മുരളീധരൻ. CAG റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്ന് MM ഹസൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട C&AG റിപ്പോർട്ടായിരുന്നു KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. വിഷയം VD സതീശനാണ് യോഗത്തിൽ ഉന്നയിച്ചത്. UDF സർക്കാർ കൊണ്ടുവന്ന കേരളത്തിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് ക്രെഡിറ്റിന് പകരം പഴികേൽക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. ഈ സമയത്താണ് ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി VM സുധീരൻ സംസാരിച്ചത്. വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച രാഷ്ട്രീയകാര്യ സമിതിയിലോ KPCCയിലോ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ മാത്രം ചർച്ച ചെയ്ത് കരാർ ഒപ്പിടുകയായിരുന്നു. ഇതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും VM സുധീരൻ ആഞ്ഞടിച്ചു. എന്തുകൊണ്ട് അന്ന് രാഷ്ട്രീയകാര്യ സമിതി വിളിക്കാൻ KPCC പ്രസിഡന്റ് കൂടിയായിരുന്ന VM സുധീരൻ തയ്യാറായില്ലെന്ന് തുടർന്ന് സംസാരിച്ച K മുരളീധരൻ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ തലസ്ഥാനത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ലഭിച്ച കാര്യം ആരും മറക്കേണ്ടെന്നും മുരളീധരൻ സുധീരന് മറുപടി നൽകി. ഇതിനെ തുടർന്ന് അല്പനേരം സുധീരനും K മുരളീധരനും തമ്മിൽ വാക്പോര് നടന്നു. കരാറിൽ അഴിമതിയുണ്ടെങ്കിൽ കരാർ റദ്ദു ചെയ്യണമെന്ന വ്യവസ്ഥയുണ്ടെന്ന് മറുപടിയായി ഉമ്മൻചാണ്ടി യോഗത്തെ അറിയിച്ചു. വിഷയം ചർച്ച ചെയ്തില്ലെന്ന കാര്യം KPCC പ്രസിഡന്റ് MM ഹസൻ വാർത്താസമ്മേളനത്തിൽ സമ്മതിച്ചു. പാർട്ടിക്കകത്ത് പ്രത്യേകമായ ചർച്ചയൊന്നും നടന്നിട്ടില്ല. വിഴിഞ്ഞം കരാറിൽ അഴിമതിയുണ്ടെങ്കിൽ പുതിയ കരാർ ഒപ്പിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ഹസൻ ആവശ്യപ്പെട്ടു. മദ്യനയത്തിൽ സർക്കാരിനെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശ്രീവത്സം ഗ്രൂപ്പിന് 400 കോടിയിലധികം രൂപയുടെ അനധികൃത സമ്പാദ്യമുള്ളതായി കണ്ടെത്തി. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. പിള്ളയുടെയും ഭാര്യയുടെയും മകന്റെയും പേരിലായി നാഗാലാൻഡിൽ മാത്രം 28 ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതായി പരിശോധനയിൽ വ്യക്തമായി. ഈ അക്കൗണ്ടുകൾ വഴി കോടികളുടെ ഇടപാടുകൾ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നാഗാലാൻഡ്, ബംഗളൂരു, ദില്ലി, പന്തളം, തിരുവനന്തപുരം തുടങ്ങി 30 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഇവയുടെ പ്രാഥമിക പരിശോധനയിലാണ് 400 കോടിയിലധികം രൂപയുടെ അനധികൃത സമ്പാദ്യം ശ്രീവത്സം ഗ്രൂപ്പിനുള്ളതായി വ്യക്തമായത്. വൻകിട വ്യാപാര സ്ഥാപനങ്ങളുടെയും കോടികളുടെ ഭൂമി ഇടപാടുകളുടെയും സംബന്ധിച്ച രേഖകൾ, വസ്തുക്കരാറിന്റെ രേഖകൾ, ബാങ്ക് നിക്ഷേപങ്ങളുടെ രേഖകൾ എന്നിവയായിരുന്നു പിടിച്ചെടുത്തത്. രേഖകളുടെ പരിശോധന തുടരുകയാണ്. പരിശോധന പൂർത്തിയാകുന്നതോടെ മാത്രമേ കണക്കിൽപ്പെടാത്ത സ്വത്ത് സംബന്ധിച്ച് യഥാർത്ഥ ചിത്രം പുറത്തുവരൂ. കള്ളപ്പണം വെളുപ്പിക്കൽ പദ്ധതി പ്രകാരം തനിക്ക് 50 കോടിയുടെ അനധികൃത സ്വത്തുള്ളതായി MKR പിള്ള ആദായനികുതി വകുപ്പിനെ അറിയിച്ചിരുന്നു. പരിശോധന ആരംഭിച്ചതോടെ അത് 100 കോടിയെന്ന് സമ്മതിച്ചതായും പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിള്ളയുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോഴും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്.
പിള്ളയുടെയും ഭാര്യയുടെയും മകന്റെയും പേരിലായി 28 അക്കൗണ്ടുകൾ ഉള്ളതായി കണ്ടെത്തി. നാഗാലാൻഡിൽ മാത്രം പിള്ളയ്ക്ക് 20 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ഇതുവഴി കോടികളുടെ ഇടപാടുകൾ നടന്നതായും വ്യക്തമായിട്ടുണ്ട്. നാഗാലാൻഡിലെ അഡീഷണൽ SP മാത്രമായിരുന്ന MKR പിള്ളയ്ക്ക് ഇത്ര ഭീമമായ സമ്പാദ്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് ആദായനികുതി വകുപ്പിന്റെ നിലപാട്. രേഖകളുടെ പരിശോധന പൂർത്തിയായാൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശ്രീവത്സം ഗ്രൂപ്പ് റെയ്ഡിന് പിന്നിൽ BJP എന്ന രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ കോൺഗ്രസ് നേതാവ് NK വിജയൻ. മാരാർജി ഭവന് ഫണ്ട് നൽകാത്തതാണ് പകപോക്കലിന് കാരണമെന്നും NK വിജയന്റെ വെളിപ്പെടുത്തൽ. കോൺഗ്രസിന്റെ മുൻ മന്ത്രിയും പ്രമുഖ നേതാവുമായ വ്യക്തിക്കെതിരെ ശ്രീവത്സവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് BJP നേതൃത്വത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള തുറന്നുപറച്ചിലുമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രംഗത്ത് വന്നത്. ഹരിപ്പാട് നഗരസഭാ വൈസ് ചെയർമാൻ കൂടിയായ MK വിജയൻ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനാണ്. BJPയുടെ മാരാർജി ഭവന് 5 കോടി രൂപ കൊടുക്കാതിരുന്നതാണ് ശ്രീവത്സത്തിനെതിരെ ആദായനികുതി വകുപ്പിനെ കൊണ്ട് അന്വേഷണം നടത്താൻ കാരണമായതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് കാശ് ചോദിച്ചാൽ കുറഞ്ഞു പോയെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള പ്രശ്നമാണെന്ന് പറയുന്നത് ആണല്ലേ എന്നിങ്ങനെ കേൾക്കുന്നു. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയില്ല. ഇവര് തിരുവനന്തപുരത്ത് കണ്ടിട്ട് മാരാർ ഭവൻ അത് പഠിക്കുന്നില്ലേ, അതിന്റെ പണം ചോദിച്ചതിനൊക്കെ അത് കുറഞ്ഞു പോയി എന്നുള്ളതാണ് ആക്ഷേപം എന്നാ പറയുന്നത് എന്ന് കേൾക്കുന്നത്. ആളുകൾ പറയുന്നല്ല, നമുക്ക് അതിനൊരു വിശ്വാസ്യത പോലെ. രമേശ് ചെന്നിത്തലയുമായും ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നും അത് സ്വാഭാവിക ബന്ധമാണെന്നും ഇദ്ദേഹം പറയുന്നു. കോൺഗ്രസിനെതിരെയുള്ള ആരോപണം വഴിതിരിച്ചുവിടാനാണ് ഇപ്പോൾ BJPയെ പിടിച്ചിരിക്കുന്നതെന്നാണ് BJP നേതൃത്വം പറയുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ശ്രീവത്സം ഗ്രൂപ്പുമായി UDFനും UDFിലെ ഒരു മുൻ മന്ത്രിക്കും ബന്ധമുണ്ടെന്ന് ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്ന ആരോപണം സമൂഹത്തിൽ സൃഷ്ടിച്ച സംശയം ദൂരീകരിക്കുന്നതിന് CBIയെ കൊണ്ടോ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസിയെ കൊണ്ടോ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. UDFിലെ ഒരു മുൻ മന്ത്രിക്ക് ശ്രീവത്സം ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന ആരോപണം ദുഷ്ടലാക്കോടെയാണ്. UDFിലെ മുൻ മന്ത്രിമാരെയെല്ലാം സംശയത്തിന്റെ നിഴലിലാക്കി രക്ഷപ്പെടാനാണ് CPIയുടെ ശ്രമമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നാഗാലാൻഡ് മുൻ അഡീഷണൽ SP മാത്രമായിരുന്ന ശ്രീവത്സം ഗ്രൂപ്പ് ഉടമ MKR പിള്ളയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രമുഖനാണ് പിന്തുണ നൽകുന്നത് എന്നാണ് വിവരം. സർവീസിൽ നിന്നും വിരമിച്ച ശേഷവും സുപ്രധാന പദവിയിലിരിക്കുന്ന പിള്ളയ്ക്ക് അഴിമതി നടത്താനും ബിനാമി വ്യവസായത്തിനും കോൺഗ്രസ് നേതൃത്വം വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. 2003 പിള്ള ശ്രീവത്സം ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. വസ്ത്രശാലയും സ്വർണ്ണക്കടയും ഒക്കെയായി കോടികളുടെ ആസ്തിയുള്ള വ്യവസായ ഗ്രൂപ്പായി ശ്രീവത്സം പെട്ടെന്ന് മാറി. പിന്നീട് ഇങ്ങോട്ട് ആദായനികുതി ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ കണ്ടെത്തിയ കോടികളുടെ വെട്ടിപ്പ് ചെറിയൊരു കണക്കു മാത്രമേ ആകാൻ സാധ്യതയുള്ളൂ. 50 കോടി രൂപയുടെ അനധികൃത സ്വത്ത് 2015 ആദായനികുതി വകുപ്പിന് മുന്നിൽ പിള്ള വെളിപ്പെടുത്തിയെങ്കിൽ ആദ്യ പരിശോധനയിൽ 150 കോടിയുടെ വെട്ടിപ്പാണ് ആദായനികുതി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. പിള്ളയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ വെട്ടിപ്പിന്റെ കണക്ക് കൂടുകയേ ഉള്ളൂ. രാഷ്ട്രീയ മേഖലയിലെ പിടിപാടാണ് പിള്ളയെ കോടീശ്വരനാക്കിയത്. നാഗാലാൻഡിലും കേരളത്തിലും രാജ്യത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും ശ്രീവത്സം ഗ്രൂപ്പ് ബിനാമി ഇടപാട് നടത്തുന്നതിന്റെ രേഖകളും ആദായനികുതി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. നാഗാലാൻഡ് മുൻ അഡീഷണൽ SP മാത്രമായിരുന്ന MKR പിള്ളയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് വെള്ളവും വളവും ഒഴിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രമുഖനാണ്. ഈ പ്രശ്നങ്ങൾക്കിടയിലും കഴിഞ്ഞ ദിവസം ഹരിപ്പാട് ശ്രീവത്സം ടെക്സ്റ്റൈൽസിൽ വന്ന പിള്ള വളരെ സന്തോഷവാനായിരുന്നെന്നും തന്നെ ആർക്കുമൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും പറഞ്ഞെന്നും കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ പിന്തുണ ഉള്ളതിനാലാണെന്ന് പിള്ളയുടെ അടുത്ത സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വിലക്കേർപ്പെടുത്തിയ ഹ്രസ്വ ചിത്രങ്ങൾ ക്യാമ്പസുകളിൽ പ്രദർശിപ്പിച്ച SFI. കശ്മീർ, രോഹിത് വെമുല, JNU എന്നീ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ചിത്രങ്ങളാണ് രാജ്യാന്തര ഹ്രസ്വ ഡോക്യുമെന്ററി മേളയിൽ പ്രദർശിപ്പിക്കുന്നതിൽ നിന്നും കേന്ദ്രം വിലക്കിയത്. ഫാസിസത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാനുള്ളതല്ല, ലംഘിക്കാനുള്ളതാണെന്ന് ഉണ്ണിയാറും വിധു വിൻസെന്റും പ്രതികരിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ച 3 ചിത്രങ്ങളെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ പ്രദർശിപ്പിക്കുക എന്ന നടപടിക്കാണ് SFI തുടക്കം കുറിച്ചത്. രോഹിത് വെമുല, കശ്മീർ സംഘർഷം, JNU വിദ്യാർത്ഥി സമരം എന്നീ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഹ്രസ്വ ചിത്രങ്ങൾക്ക് രാജ്യാന്തര ഹ്രസ്വ ഡോക്യുമെന്ററി മേളയിൽ പ്രദർശിപ്പിക്കുന്നതിനാണ് കേന്ദ്രം വിലക്കേർപ്പെടുത്തിയത്. ഇത് മറികടന്നുകൊണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കശ്മീരിലെ സംഘർഷാവസ്ഥയും അവിടുത്തെ യുവാക്കളെ അത് ഏത് രീതിയിൽ ബാധിക്കുന്നുവെന്ന് കാണിക്കുന്ന NC ഫസലിന്റെ ഇൻ ദി ഷെയ്ഡ് ഓഫ് ഫാളൻ ചിനാർ പ്രദർശിപ്പിച്ചു. ഫാസിസത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാനുള്ളതല്ല, ലംഘിക്കാനുള്ളതാണെന്നും അതാണ് ജനാധിപത്യമെന്നും തിരക്കഥാകൃത്ത് ഉണ്ണിയാറും രാഷ്ട്രീയപരമായ ജാഗ്രതയില്ലായ്മ മൂലമാണ് ഫാസിസം നുഴഞ്ഞുകയറി സ്ഥാനം പിടിക്കുന്നതെന്ന് സംവിധായിക വിധു വിൻസെന്റും ചടങ്ങിൽ പ്രതികരിച്ചു. ഫാസിസത്തിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുവാനുള്ളതാണ്, അത് അനുസരിക്കാനുള്ളതല്ല.
ഈ അനുസരണക്കേട് കാട്ടിക്കൊണ്ട് നിങ്ങൾ ഈ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ രാഷ്ട്രീയമായ ജാഗ്രതയില്ലായ്മയുടെയും നമ്മുടെ ഒഴിഞ്ഞുമാറലുകളുടെയും നമ്മുടെ അലസതകളുടെയും പുറത്താണ്, അല്ലെങ്കിൽ ഇതിനുള്ളിൽ കൂടി നുഴഞ്ഞു കയറിയാണ് ഇന്ന് ഈ നിരോധനങ്ങൾ നമ്മുടെ തലയ്ക്കുമേൽ വരുന്നത് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളമുള്ള ക്യാമ്പസുകളിൽ ഈ 3 ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററിയും പ്രദർശിപ്പിക്കും. രോഹിത് വെമുലയുടെ മരണവും തുടർന്ന് സാമൂഹ്യനീതിക്ക് വേണ്ടിയുണ്ടായ പോരാട്ടവും പ്രതിപാദിക്കുന്ന PN രാമചന്ദ്രയുടെ ദി അൺബെയറബിൾ ബീങ് ഓഫ് ലൈറ്റ്നസ്, JNUവിലെ വിദ്യാർത്ഥി സമരവും അതിനു പിന്നിലെ കാരണവും തേടുന്ന കാത്തു ലൂക്കോസിന്റെ മാർച്ച് 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 എന്നിവയുമാണ് മറ്റു ചിത്രങ്ങൾ. ചിത്രങ്ങളുടെ സംവിധായകരെ കൂടി ഉൾപ്പെടുത്തി പ്രതിഷേധം ശക്തിപ്പെടുത്താനാണ് SFI തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഖത്തറിനെതിരായ വ്യോമ ഗതാഗത നയത്തിൽ UAE ഇളവ് വരുത്തി. ഖത്തർ സർക്കാരിന്റേതല്ലാത്ത വിമാനങ്ങൾക്ക് UAEയുടെ വ്യോമ മേഖല ഉപയോഗിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി. വിവരങ്ങൾ T ജമാലുദ്ദീൻ നൽകും. ജമാൽ, ഈ ഇളവിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? അരുൺ, ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദത്തിന് ശേഷം UAEയിൽ നിന്ന് ഖത്തറിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകൾക്കും UAE അവസാനിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഖത്തറിലേക്കുള്ള മറ്റ് വിമാന സർവീസുകൾ UAEയുടെ വ്യോമ മേഖല ഉപയോഗിക്കുന്നതിനും UAE നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഈ നിയന്ത്രണങ്ങൾ നേരിയ ഇളവാണ് ഇപ്പോൾ UAE ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഖത്തറിലേക്കുള്ള എന്നാൽ ഖത്തർ സർക്കാരിന്റേതല്ലാത്ത വിമാനങ്ങൾക്ക് UAEയുടെ വ്യോമ മേഖല ഉപയോഗിക്കാം എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഖത്തറിന്റേതല്ലാത്ത മറ്റ് സ്വകാര്യ വിമാനങ്ങൾക്കും ചാർട്ടേഡ് വിമാനങ്ങൾക്കും UAEയുടെ വ്യോമ മേഖല ഉപയോഗിക്കാം. ഖത്തറിലേക്കും തിരിച്ചും ഈ സൗകര്യം ഉപയോഗിക്കാം എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ ചില നിയന്ത്രണങ്ങളോടെയാണ് UAE ഈ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. UAE വ്യോമ മേഖലയിലൂടെ ഖത്തറിലേക്ക് പോകാൻ 24 മണിക്കൂറിന് മുമ്പ് ഏവിയേഷൻ അതോറിറ്റിയെ അറിയിച്ച് അനുവാദം വാങ്ങണം. വിമാനത്തിലെ പൈലറ്റ് ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ എല്ലാ വിവരങ്ങളും, വിമാനത്തിലെ യാത്രക്കാരുടെ വിവരങ്ങളും അതോറിറ്റിയെ അറിയിച്ചിരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഖത്തർ പ്രതിസന്ധി പരിഹരിക്കാൻ കുവൈത്തും തുർക്കിയും നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ നീക്കങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഭീകരവാദത്തിന് ഖത്തർ സഹായവും പിന്തുണയും നൽകുന്നു എന്നതിന്റെ പേരിൽ കഴിഞ്ഞ ജൂൺ 5-നാണ് UAE, സൗദി, ബഹ്റൈൻ, ഈജിപ്ത് തുടങ്ങി 7 രാജ്യങ്ങൾ ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചിരുന്നത്. T ജമാലുദ്ദീൻ വിവരങ്ങൾ നൽകിയത്. ജിഷ്ണു പ്രണോയ് കേസ് CBIക്ക് വിടാൻ തയ്യാറെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യം ജിഷ്ണുവിന്റെ പിതാവിനെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ പിതാവ് അശോകൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ജിഷ്ണു പ്രണോയ് കേസ് അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ പിതാവ് അശോകൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകിയിരുന്നു. നേരത്തെ DGPക്കും ഈ ആവശ്യമുന്നയിച്ച് ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ കത്ത് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേസന്വേഷണം CBIക്ക് വിടാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇക്കാര്യം ജിഷ്ണുവിന്റെ പിതാവിനെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CBI അന്വേഷണം അദ്ദേഹം DGPയെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പത്രവാർത്തയുണ്ടായിരുന്നു. അങ്ങനെ വാർത്ത വന്നപ്പോൾ തന്നെ DGPയോട് ഞാൻ അന്വേഷിച്ചിരുന്നു, ഇങ്ങനെ ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് CBIക്ക് വിടുന്നതാണ് നല്ലത്. അവരങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ CBI അന്വേഷിച്ചോട്ടെ, നിങ്ങൾ CBIക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, എന്താണ് സ്ഥിതി എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കാം, വിട്ടോ വിട്ടില്ലേ എന്നുള്ളത് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. വിടുന്നതിന് തടസ്സമില്ലാന്ന് ഞാൻ പറഞ്ഞു. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലെത്തിയാണ് ജിഷ്ണുവിന്റെ പിതാവ് അശോകൻ മുഖ്യമന്ത്രിയെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊച്ചിയിൽ അപകടം ഉണ്ടാക്കിയ കപ്പലിലെ കപ്പിത്താന്റെയും മറ്റ് ജീവനക്കാരുടെയും അറസ്റ്റ് വൈകും. കപ്പലിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടങ്ങാൻ അന്വേഷണ സംഘത്തിനായില്ല. ഹൈക്കോടതിയുടെ അനുമതിയോടെ മാത്രമേ രേഖകളുടെ പരിശോധന തുടങ്ങാൻ സംഘത്തിന് സാധിക്കൂ. കപ്പലിൽ പരിശോധനയ്ക്ക് പോയ സംഘം ഇന്ന് പുലർച്ചെയോടെ കൊച്ചി തീരത്ത് മടങ്ങിയെത്തിയെങ്കിലും പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടങ്ങാനായില്ല. വോയിസ് ഡേറ്റ റെക്കോർഡർ, ലോഗ് ബുക്ക്, നൈറ്റ് ഓർഡർ ബുക്ക്, ബെൽ ബുക്ക്, GPS ചാർട്ട്, GPS ലോഗ് ബുക്ക്, നാവിഗേഷൻ ചാർട്ട് എന്നിവയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അപകടമുണ്ടാക്കിയ കപ്പൽ ഇതുതന്നെയാണോ? കപ്പൽ ജീവനക്കാരുടെ വീഴ്ചയാണോ അപകട കാരണം? മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നോ? മുന്നറിയിപ്പ് നൽകിയിരുന്നോ? തുടങ്ങിയ കാര്യങ്ങൾ രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാകൂ. ഹൈക്കോടതി അനുമതിയോടെ മാത്രമേ രേഖകളുടെ പരിശോധന ആരംഭിക്കാൻ കഴിയൂ. രേഖകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും തുടർ നടപടികൾ എന്തു വേണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നില്ല.
തുറമുഖ മന്ത്രാലയം കോടതിയെ സമീപിച്ച് വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ അതുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കൂ. രേഖകളുടെ പരിശോധനയ്ക്ക് 5 മണിക്കൂറിലധികം വേണ്ടിവരുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരം. ഈ സാഹചര്യത്തിൽ കപ്പിത്താൻ ഉൾപ്പെടെയുള്ള കപ്പൽ ജീവനക്കാരുടെ ചോദ്യം ചെയ്യലും അറസ്റ്റും വൈകിയേക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സമരത്തിനിടെ പോലീസ് വെടിവയ്പിൽ കർഷകർ മരിച്ച മധ്യപ്രദേശിലെ മൻസൂറിൽ 4-ൽ കൂടുതൽ പേർ കൂടി നിന്നാൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർദ്ദേശം. ഇതേ തുടർന്ന് കർഷകർ സമരം അവസാനിപ്പിച്ചു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്ര ധനസഹായം ഉണ്ടാകില്ല എന്ന അരുൺ ജെയ്റ്റ്ലിയുടെ പ്രസ്താവനയിൽ രാജ്യവ്യാപക പ്രതിഷേധം. ഈ മാസം 16-ന് കർഷകർ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. വിവരങ്ങൾ മനുശങ്കർ നൽകും. താങ്ങുവില ഉറപ്പുവരുത്തുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക എന്നീ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ മൻസൂറിൽ കർഷകർ സമരം നടത്തിയത്. എന്നാൽ സമരത്തിന് നേരെ പോലീസ് വെടിവയ്പ് നടത്തുകയും പിന്നീട് 6 കർഷകർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കർഷക പ്രക്ഷോഭത്തിന് രാജ്യവ്യാപകമായ പിന്തുണ ലഭിക്കുകയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം മധ്യപ്രദേശിന് പുറമെ യു.പിയിലും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാനാകില്ല എന്ന നിലപാടിൽ മധ്യപ്രദേശ് സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. ഇതിന് പിന്നാലെ കേന്ദ്ര ധനമന്ത്രി ഇതിന് സംസ്ഥാന സർക്കാരുകൾ തയ്യാറായാലും ഇതിനുള്ള ഫണ്ട് കേന്ദ്രവിഹിതമായി നൽകില്ല എന്ന് വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ കൂടി വലിയ പ്രതിഷേധം ഉയരുകയാണ്. കിസാൻ സഭ, ഈ കാർഷിക സംഘടനകളുടെ പ്രതിനിധിയായി ഇപ്പോൾ കിസാൻ സഭ ഈ മരണപ്പെട്ട കർഷകരുടെ ഗ്രാമമായ നരേഗ്രയിൽ എത്തിയിട്ടുണ്ട്. മൻസൂറിൽ തന്നെയുള്ള ഗ്രാമമാണ് ഈ നരേഗ്ര. ഇവിടെ എത്തി കർഷക പ്രശ്നങ്ങൾ നേരിട്ട് ഗ്രാമവാസികളോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇവർ വ്യക്തമാക്കുന്നത് ഇതിൽ പല കർഷകരും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇരട്ടി വില ഉണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും 2400 മറ്റുമാണ് ഗോതമ്പിന് കിൻഡലിന് ലഭിച്ചിരുന്നത്. ഇത് 1400-ലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പലതും ഈ നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾക്ക് പിന്നാലെയായിരുന്നുവെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം വലിയ പ്രതിസന്ധി കർഷകർ നേരിടുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കിസാൻ സഭ ഈ കാർഷിക പ്രശ്നങ്ങൾ നേരിട്ടറിയുന്നതിനും മറ്റുമായി ഈ ഗ്രാമത്തിലെത്തി മരണപ്പെട്ട കർഷകരുടെ കുടുംബാംഗങ്ങളെ കണ്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മരണപ്പെട്ട ഒരു കർഷകന്റെ വസതിക്ക് മുന്നിലാണ്. വലിയ പ്രതിസന്ധിയും ദാരിദ്ര്യവും നിറഞ്ഞതാണ് ഇവരുടെ ജീവിതം മുഴുവനും. ആ ഒരു സാഹചര്യത്തിലാണ് കർഷക പ്രതിസന്ധി ഇത്രയധികം രൂക്ഷമായ സാഹചര്യത്തിൽ ഇതിന് പരിഹാരം തേടി കാർഷിക ലോണുകൾ മറ്റും എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ സമരം നടത്തിയത്. ഇതിന് നേരേക്കാണ് പോലീസ് വെടിവയ്പ് നടത്തുകയും ചെയ്തത്. ഇതിൽ മരണപ്പെട്ട ഒരു കർഷകന്റെ വസതിയാണിത്. ഇവരുടെ 2 മാസം മുമ്പായിരുന്നു ഇദ്ദേഹത്തിന്റെ വിവാഹവും മറ്റും കഴിഞ്ഞത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതിന്റെ ദുഃഖത്തിൽ നിന്ന് ഇപ്പോഴും ഈ കുടുംബാംഗങ്ങൾ മോചിതരാവുകയും ചെയ്യുന്നില്ല. സംഭവത്തിൽ ഇതുവരെയും ഈ പോലീസ് വെടിവയ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി പോലും ഉന്നത ഉദ്യോഗസ്ഥരും സ്വീകരിച്ചിട്ടില്ല. ഇത്രയധികം വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോഴും മധ്യപ്രദേശിലെ കർഷക കുടുംബങ്ങൾ കഴിയുന്നത്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ. നാളെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ചർച്ചകൾക്കായി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ നാളെ ദില്ലിയിൽ യോഗം ചേരും. ബിജെപി നിയോഗിച്ച 3-അംഗ സമിതിയും ഭരണ പ്രതിപക്ഷ പാർട്ടികളുമായി ഉടൻ ചർച്ചകൾ ആരംഭിക്കും. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കാനിരിക്കെ തിരക്കിട്ട ചർച്ചകളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. NDA സ്ഥാനാർത്ഥിക്കെതിരെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. നാളെ ദില്ലിയിൽ ചേരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ വെച്ച് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കും. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞതിന് ശേഷം തീരുമാനമെടുക്കാമെന്നാണ് ചില പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായം. ഭരണ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്താൻ BJP 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി വെങ്കയ്യ നായിഡു എന്നിവരടങ്ങിയ സമിതിയും ഉടൻ ചർച്ചകൾ തുടങ്ങും. സമവായ ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും പാർട്ടിയുമായി ബന്ധമുള്ളവർ തന്നെ രാഷ്ട്രപതിയാകണം എന്നാണ് BJP നേതൃത്വത്തിന്റെയും RSSന്റെയും താല്പര്യം. RSS നേതൃത്വത്തിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും താല്പര്യത്തിനായിരിക്കും മുന്തിയ പരിഗണന. ജൂൺ 28 വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. നിലവിലെ പിന്തുണയനുസരിച്ചുള്ള അംഗബലം നോക്കിയാൽ ഭരണകക്ഷിയായ NDAക്ക് നേരിയ മുൻതൂക്കം അവകാശപ്പെടാമെങ്കിലും ശക്തനും പൊതുസമ്മതനുമായ സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷം അവതരിപ്പിച്ചാൽ മത്സരം കടുത്തതാകും. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗശീലം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ ഗുരുകുലം പദ്ധതി വ്യാപിപ്പിക്കുന്നു. കോട്ടയം ജില്ലയിൽ ആവിഷ്കരിച്ച പദ്ധതി വിജയമെന്ന് കണ്ടതോടെയാണ് എല്ലാ ജില്ലകളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ കേരള പോലീസ് തയ്യാറെടുക്കുന്നത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. കുട്ടികളിൽ പാൻപരാഗ്, സിഗരറ്റ്, മയക്കുമരുന്ന്, മദ്യം എന്നിവയുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി കോട്ടയം ജില്ലാ പോലീസ് ഓപ്പറേഷൻ ഗുരുകുലം പദ്ധതി ആവിഷ്കരിച്ച് നേരത്തെ നടപ്പാക്കിയിരുന്നു. ഇത് വിജയമെന്ന് കണ്ടതോടെയാണ് സംസ്ഥാനമൊട്ടുക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയുക, ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെ കണ്ടെത്തി ലഹരി വിമുക്തി നേടുന്നതിന് സഹായിക്കുക, ലഹരിക്ക് അടിമപ്പെടാതെ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് പദ്ധതി പ്രകാരമുള്ള പ്രധാന പ്രവർത്തനങ്ങൾ.
ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ കോട്ടയത്ത് പദ്ധതി വിജയകരമാണെന്ന് കണ്ടെത്തിയിരുന്നു. നല്ല രീതിയിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ പെട്ടെന്ന് പഠനത്തിൽ പിന്നോക്കം പോവുക, ഏതു കാര്യത്തിലും ഉദാസീന മനോഭാവം പ്രകടിപ്പിക്കുക, ആരോടും സംസാരിക്കാതെ ഒതുങ്ങുകയും പെട്ടെന്ന് പ്രകോപിതരാവുകയും അക്രമാസക്തരാവുകയും ചെയ്യുക എന്നിവയൊക്കെ സ്ഥിരമായ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി ബോധവൽക്കരണം നടത്തുക, അവരുടെ കുടുംബാംഗങ്ങൾക്കും ബോധവൽക്കരണം നൽകുക, വിദ്യാലയ പരിസരങ്ങളിൽ ലഹരിവസ്തുക്കളും വ്യാജമദ്യവും വിൽപ്പന നടത്തുന്നവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ചികിത്സ ആവശ്യമുള്ള കുട്ടികൾക്ക് അത് ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വിദ്യാലയ അധികൃതരുമായും രക്ഷിതാക്കളുമായും ബന്ധപ്പെട്ട് നടത്തും. ഓൺലൈനായി കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനും അവസരമുണ്ട്. കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഘടകങ്ങൾ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ദുരുപയോഗം എന്നിവ തടയുന്നതിനുള്ള നടപടികളും പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.